ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയിൽ ഒന്നാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ദ തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഓർ പെർഫെക്റ്റഡ് ബൈ J.M. കെയ്ൻസ് ത്രൂ ഹിസ് ഫേമസ് വർക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ അതിലൂടെ ഇയാൾ കൊണ്ടുവന്നൊരു തിയറിയാണ് ഇൻട്രസ്റ്റിനെ പറ്റി ഉള്ള ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം എന്താണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ യൂസ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റലിനെ യൂസ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന റിവാർഡാണ്. ഇപ്പോൾ ലാൻഡിനെ യൂസ് ചെയ്യുമ്പോൾ റെൻറ്റ് കൊടുക്കും, ലേബറിനെ യൂസ് ചെയ്യുമ്പോൾ വേജ് കൊടുക്കും, ഓർഗനൈസറിനെ യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ ക്യാപിറ്റലിനെ യൂസ് ചെയ്യുമ്പോഴുള്ള ആ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് ദ റിവാർഡ് ഓർ പ്രൈസ് പെയ്ഡ് ഫോർ എ ക്യാപിറ്റൽ. എന്നാൽ അക്കോർഡിംഗ് ടു കെയ്ൻസ് അതിനെ വേറൊരു രീതിയിലാണ് പറഞ്ഞത്. അയാൾ പറയുന്നത് ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മുടെ കയ്യിരിക്കുന്ന പണം, ആ പണത്തെ അത്യാവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അതാണ് പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി മീൻസ് ലിക്വിഡ് ക്യാഷ്, ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന റെഡി മണിയെയാണ് നമ്മൾ ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്നത്. ആ റെഡി മണി ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ അതിന് നമുക്കൊരു പ്രതിഫലം കിട്ടും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ കെയ്ൻസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഈസ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. So based on that liquidity preference, or according to Keynes, this liquidity preference is called demand for money. ഇതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയും. അതുമല്ലെങ്കിൽ വാട്ട് ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്? എന്താ ലിക്വിഡിറ്റി പ്രിഫറൻസ്? ദ ഡിസയർ ഓഫ് ദ പീപ്പിൾ ടു ഹെൽഡ് ദെയർ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഈസ് കോൾഡ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. എല്ലാവരുടെയും രീതി അതാണ്. മിക്കവാറുള്ള മനുഷ്യന്മാർക്കെല്ലാം അതാണ്. നിങ്ങൾക്കും എനിക്കും എല്ലാം തന്നെ അങ്ങനെയാണ്. കാരണം ക്യാഷ് ഇൻ ഹാൻഡ്, എപ്പോഴും റെഡി മണി നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കയ്യിൽ ഏതെല്ലാം തരത്തിലുള്ള വെൽത്തിൻ്റെ ഫോമുണ്ടോ അതിനെ ക്യാഷായിട്ട് സൂക്ഷിക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ്. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസയർ ഓഫ് ദ പീപ്പിൾ to held their wealth in the form of cash is called liquidity preference. Based on that he developed the theory. The theory has three important parts. ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി ആൻഡ് ഓൾസോ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിലുള്ള വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. ആദ്യം നമുക്ക് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ അതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി പ്രിഫറൻസ്, അതായത് ഡിസയർ ഓഫ് ദ പീപ്പിൾ ടു ഹെൽഡ് ദെയർ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ക്യാഷിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ്, അതായത് ഡിമാൻഡ് ഫോർ മണി ഹാസ് ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോട്ടീവ്സ്. മൂന്ന് മോട്ടീവ്സ് ഇതിൻ്റെ അകത്തിലുണ്ട്. മൂന്ന് ഉദ്ദേശങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ പണം സൂക്ഷിക്കുന്നത്. നമ്പർ 1 ട്രാൻസാക്ഷൻ മോട്ടീവ്, നമ്പർ 2 പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് നമ്പർ 3 സ്പെക്കുലേറ്റീവ് മോട്ടീവ്. വാട്ട് ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്? പീപ്പിൾ ഹെൽഡ് മണി ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ഹാൻഡ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ്. ഇപ്പം നമുക്ക് ഇൻകം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീക്ക് എൻഡിങ്ങിലോ അല്ലെങ്കിൽ മന്തിൻ്റെ എൻഡിങ്ങിലോ ഒക്കെ ആയിരിക്കും നമുക്ക് ഇൻകം കിട്ടുന്നത്. പക്ഷേ ഡെയിലി പർച്ചേസിങ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ആവറേജ് ഇൻകക്കാരാണ് നമ്മളെല്ലാം. അതുകൊണ്ടത് ഫേമാണെങ്കിലും ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഡെയിലി പർച്ചേസിങ് വേണം. അപ്പോൾ for daily purchasing activities, most of the firms, households etc. keep or held cash in hand. That purpose is called transaction motive. അപ്പോൾ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ പണം, കുറേ ക്യാഷ് ഇൻ ഹാൻഡ് കൈവച്ചേക്കാറുണ്ട്. അപ്പോൾ അത് ആ ഡെയിലി ആവശ്യങ്ങൾക്കാണ്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ആ പണമാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ഇത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻകം. ഇൻകത്തെ ആസ്പദമാക്കിയുള്ള ആസ് ഇൻകം ഇൻക്രീസസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഇൻക്രീസസ്. ആസ് ഇൻകം ഡിക്ലൈൻസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഓൾസോ ഡിക്ലൈൻസ്. ഇൻകം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇൻകം ഉള്ളവന് ഡെയിലി കൈ വെച്ചേക്കാൻ പണം, ഇല്ലാത്തവന് പറ്റുമോ? സോ ദിസ് മോട്ടീവ് ഈസ് റിലേറ്റഡ് ടു ഓർ ഡിമാൻഡ് ഈസ് റിലേറ്റഡ് ടു ഇൻകം ഇലാസ്റ്റിക്, നോട്ട് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. ഇൻട്രസ്റ്റുമായിട്ട് ഇവിടെ ഒരു ബന്ധവുമില്ല. അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവിൻ്റെ ബന്ധം ആരുമായിട്ടാണ്? ഇൻകം ഇലാസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻകം ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഉണ്ട്, ഇൻകം കുറവാണെങ്കിൽ ട്രാൻസാക്ഷൻ കുറവ്. ഓക്കെ,
ദെൻ നമ്പർ 2 പ്രിക്കോഷണറി മോട്ടീവാണ്. പ്രിക്കോഷൻ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് സച്ച് ആസ് ആക്സിഡൻസ്, ഇൽനെസ് ഓർ ഫയർ, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. അപ്പോൾ പീപ്പിൾ ഹെൽഡ് മണി ഇൻ ഓർ ക്യാഷ് ഇൻ ഹാൻഡ് ഫോർ ഫേസിങ് ദാറ്റ് സിറ്റുവേഷൻ, അൺഫോർസീൻ ഓർ എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻ അല്ലെ അൺഫോർസീൻ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള അൺഫോർസീൻ ആയിട്ടുള്ള ഇൻസിഡൻസ്, എമർജൻസി സിറ്റുവേഷൻസ്, അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി കുറേ കാശ് കയ്യിൽ വെച്ചേക്കാറുണ്ട്. അതായത് അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഇൽനെസ്സോ അതല്ലെങ്കിൽ ആക്സിഡൻസോ ഫയറോ ഒക്കെ ആകാം. അപ്പോൾ അതിനുവേണ്ടി സൂക്ഷിക്കുന്ന പണം, അതാണ് പ്രിക്കോഷണറി, ഒരു മുൻകരുതൽ പണമാണ്. അതാണ് ആ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്. ദാറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ഇൻകം. വരുമാനം ഇല്ലാത്തവന് മാറ്റി വെച്ചേക്കാൻ ഒക്കൂ. അപ്പോൾ വരുമാനം ഉള്ളവനെ ഇതും പറ്റത്തുള്ളൂ. ലൈക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻകം ഇലാസ്റ്റിക്. ഇതും ഇൻകം ഇലാസ്റ്റിക് ആണ്. കാരണം ബേസ്ഡ് ഓൺ ഇൻകം ആണ്. ആസ് ഇൻകം ഇൻക്രീസസ് ദിസ് മോട്ടീവ് ഓൾസോ ഇൻക്രീസസ് എന്നുള്ളതാണ്. ഇനി നമ്പർ 3 സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. ഊഹക്കച്ചവടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പെക്കുലേഷൻ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ സ്പെക്കുലേറ്റേഴ്സ്. നമ്മളെല്ലാം തന്നെ, മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം തന്നെ സ്പെക്കുലേറ്റേഴ്സാണ്. അതായത് ദേ ഓൾവേസ് ഹെൽഡ് എ ക്യാഷ് ഇൻ ഹാൻഡ് ഫോർ പർച്ചേസിങ് ബോൺസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴത്തെ പുതിയ സൈസ് നിങ്ങൾക്കറിയാമല്ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഗവൺമെൻറ്റിൻ്റെയോ പ്രൈവറ്റ് ഫേമിൻ്റെയോ ഒക്കെ ബോണ്ടുകൾ അല്ലെ ഷെയറുകൾ മറ്റ് സെക്യൂരിറ്റികളൊക്കെ മാർക്കറ്റ് വരും. അപ്പോൾ നമ്മളെല്ലാം തന്നെ ആവറേജ് ഇൻകം ഉള്ളവരല്ലേ, അല്പം ബാലൻസ് ക്യാഷ് ഉള്ളവരൊക്കെ തന്നെ ഇത് പർച്ചേസ് ചെയ്യും. ഈ ബോണ്ട് മറ്റ് സെക്യൂരിറ്റികളൊക്കെ പർച്ചേസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഫോർ ഗെറ്റിംഗ് ഫ്യൂച്ചർ ഇൻകം. സോ ദേ ഹെൽഡ് ക്യാഷ് ഇൻ ഹാൻഡ്. സോ പീപ്പിൾ ഹെൽഡ് ക്യാഷ് ഇൻ ഹാൻഡ്. കൂടുതലും ചെയ്യുന്നത് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലും ധാരാളം സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് കൈവച്ചേക്കും. എന്തിനു വേണ്ടിയാണ്? ഫോർ പർച്ചേസിങ് ബോൺസ് ആൻഡ് ഷെയർസ് ഓർ ബോൺസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഫോർ ഗെറ്റിംഗ് ഫ്യൂച്ചർ ഇൻകം. അങ്ങനെ ഫ്യൂച്ചർ ഇൻകം കിട്ടാൻ വേണ്ടി അവർ കയ്യിൽ കാശ് വെച്ചേക്കും. ആ മോട്ടീവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദാറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻകം ബട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ദേ ആർ കോൾഡ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് എന്ന് പറയും. അത് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്. അപ്പം ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സെക്യൂരിറ്റികളൊക്കെ പർച്ചേസ് ചെയ്യുക ഇൻകത്തിൻ്റെ ബേസിലല്ല. നേരെ പറഞ്ഞ ആദ്യത്തെ 2 എണ്ണം ഇൻകം ബേസ്ഡാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് സ്പെഷ്യൽ ആൾക്കാരാണ്. സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടക്കാർ, സാധാരണ ആൾക്കാർ. സാധാരണയിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി വരുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റീവ് അല്ലെ സ്പെക്കുലേറ്റേഴ്സ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ എപ്പോഴും ഫ്യൂച്ചർ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഒരു എക്സ്പെക്റ്റേഷൻ, അതെ എക്കണോമിക്സിൻ്റെ അകത്തിൽ, അതും മാക്രോ എക്കണോമിക്സിൻ്റെ അകത്തിൽ എപ്പോഴും ഉള്ളൊരു പോർഷനാണ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അത് എക്സ്പെക്റ്റ് ഫ്യൂച്ചർ റൈസിന് ഇൻകം. അപ്പോൾ ഭാവിയിൽ അവർക്കൊരു പുതിയ ഇൻകം, ഒരു എക്സ്ട്രാ ഇൻകം കിട്ടണമെന്നൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ദേ പർച്ചേസ് ബോൺസ്, സെക്യൂരിറ്റീസ് എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്, ബേസ്ഡ് ഓൺ ഇൻകം, ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്. മറ്റേ 2 എണ്ണം ഇൻകത്തെ ബേസ് ചെയ്തുള്ളതാണ്. നേരെ മറിച്ച് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷൻ ബേസ്ഡ് ഓൺ ഇൻകം ആണ്. നേരെ മറിച്ച് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർത്തിരുന്നോണം. ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ബോൺസ്. ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻ, ഓപ്പോസിറ്റ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ബോൺസ്. അറ്റ് എ ലോവർ പ്രൈസ്, ലോവർ പ്രൈസ് ആണെങ്കിൽ അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്രൈസ് ഓഫ് ബോണ്ട് ഇൻക്രീസസ്. ഓർത്തിരുന്നോ? അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈസ് ഓഫ് ബോൺസ് ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. എന്ന് പറഞ്ഞാൽ അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോണ്ട് പ്രൈസ് ഡിക്ലൈൻസ്. സോ ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ബോൺസ്. ഓർത്തിരുന്നോണം. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ലോ ആണെങ്കിൽ മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം അവരുടെ ക്യാഷിനെ ബോണ്ടിലേക്ക് മാറ്റും അല്ലെങ്കിൽ സെക്യൂരിറ്റിയിലേക്ക് മാറ്റും. നേരെ മറിച്ച് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുക എങ്കിൽ അവരങ്ങനെ ചെയ്യത്തില്ല, ബോണ്ടിലേക്കല്ല ക്യാഷായിട്ട് മാറും. അതാണ്. അപ്പോൾ ബോണ്ട് ടു ക്യാഷ് ഓർ ബോണ്ട് പ്രൈസ് ടു ക്യാഷ്. ഓർത്തിരുന്നോണം അത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ബാങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമെങ്കിൽ ആവറേജ് ആൾക്കാരെല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യത്തേ ഉള്ളൂ. ആരും ബോണ്ടിലോട്ടോ സെക്യൂരിറ്റിയിലോട്ടോ ഒന്നും പോകത്തില്ല. നേരെ മറിച്ച് ബാങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ പർച്ചേസ് bonds and securities. മനസ്സിലായല്ലോ? So there is an opposite relation between rate of interest and price of bonds. That is, at a lower rate of interest, price of bonds increases. On the other hand, at a higher rate of interest,
പ്രൈസ് ഓഫ് ബോൺസ് ഡിക്ലൈൻസ്. അപ്പോൾ ലോ റേറ്റ് ആണെങ്കിൽ നമ്മൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ക്യാഷിനെ നമ്മൾ ബോണ്ടിലേക്ക് മാറ്റും. നേരെ മറിച്ച് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബോണ്ട് വിറ്റിട്ട് ക്യാഷ് ആക്കും. മനസ്സിലായി പറഞ്ഞ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ റിലേഷൻ എന്ന് ഓപ്പോസിറ്റ് റിലേഷനാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോവർ ആണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് ഹയർ ആകും. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹയർ ആണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് ലോവർ ആകും. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ കുറവാണെങ്കിൽ നമ്മുടെ ലിക്വിഡ് ക്യാഷിനെ നമ്മൾ ബോണ്ടിലേക്ക് മാറ്റും. നേരെ മറിച്ച് നമ്മുടെ മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ബോണ്ട് വിറ്റ് കാശാക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ദ ഡിമാൻഡ് കർവ് ദാറ്റ് ഈസ് ലിക്വിഡ്, ഡിമാൻഡ് കർവിൻ്റെ പേരാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ്. ദാറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മുടെ ഡിമാൻഡ് കർവ് പോലെ തന്നെ, അതായത് ഒറിജിനൽ ഡിമാൻഡ് കർവ് പോലെ തന്നെ നമ്മുടെ മാർഷലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും വരും പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി അല്ലെ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ദാറ്റ് ഈസ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബിക്കോസ് മോർ മണി ഡിമാൻഡ് ഒൺലി അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴാണ് നമുക്ക് മണി കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നത്. നമുക്കെല്ലാം അറിയാം. അറ്റ് എ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ്, അല്ലെങ്കിൽ അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ് ഫോർ മണി ഡിക്ലൈൻസ്. ഇപ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ് വിത്ത് എ ഫോൾ ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഡിക്രീസസ് വിത്ത് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3 മോട്ടീവ്സ് ഓർത്തിരുന്നത്. ഇതിൽ ഈ ആദ്യത്തെ 2 മോട്ടീവ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷൻ മോട്ടീവിനെ നമുക്ക് L1 എന്ന് പറയാം. L1. അപ്പോൾ L1 റെപ്രസെൻസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്, അടുത്ത രണ്ടാമത്തെ സ്പെക്കുലേറ്റീവ് മോട്ടീവാണ് L2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ മണി എന്ന് പറയുന്ന ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഈസ് L1 + L2 എന്ന് പറയാം. അപ്പോൾ L1 റെപ്രസെൻസ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. L2 റെപ്രസെൻസ് എന്താണ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതൊന്ന് ഓർത്തിരുന്നതാണ്. ഇനി തിയറിയുടെ രണ്ടാമത്തെ ഭാഗം സപ്ലൈ ഓഫ് മണി. ആ സപ്ലൈ ഓഫ് മണി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. സപ്ലൈ ഓഫ് മണി റേസ് ചെയ്യുന്ന ആരാന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരാ? കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ദ ക്രിയേറ്റർ ഓഫ് മണി സപ്ലൈ ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലെ മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതെല്ലാം തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ബട്ട് ദാറ്റ് സപ്ലൈ ഓഫ് മണി ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദ പോളിസീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഓൾസോ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചാണ് ഈ സപ്ലൈ ഓഫ് മണി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും മണി സപ്ലൈ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഫോർ എ പീരീഡ് ഓഫ് ടൈം മണി സപ്ലൈ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ എക്കോണമി. സോ ഇറ്റ് ഹാസ് വെർട്ടിക്കൽ ഷേപ്പ്. ഓർത്തോണം. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫോർ മണിയുടെ ഷേപ്പ് എന്താ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എങ്കിൽ ഇവിടെ സപ്ലൈ ഓഫ് മണി വെർട്ടിക്കലാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ദ സപ്ലൈ ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. സപ്ലൈ ഓഫ് മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കോയിൻസ് ആകാം, അതല്ലെങ്കിൽ കറൻസികളാകാം, അല്ലെങ്കിൽ ബാങ്ക് മണി ആകാം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ ഓഫ് മണി. അപ്പോൾ സപ്ലൈ ഓഫ് മണി ഇൻക്ലൂഡ്സ് കോയിൻസ്, കറൻസി നോട്ട്സ്, ദെൻ ബാങ്ക് മണി എക്സെട്ര. ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് ക്രിയേഷൻ ഓഫ് മണി സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ ദ പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് ഓൾസോ സെൻട്രൽ ഗവൺമെൻറ്. കാരണം ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഒക്കെ ഉണ്ടാകാൻ കാരണമുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ സെൻട്രൽ ബാങ്കും ഗവൺമെൻറ്റും ഒക്കെ വേണം. അതുകൊണ്ട് ബിക്കോസ് ഓഫ് ദ ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക് പോളിസി മണി supply is constant and the shape of the supply curve is vertical parallel to OY axis. OY ആക്സിസിന് വെർട്ടിക്കലായിട്ട് പാരലായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷേപ്പ് എന്ന് പറയും. അതാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ രണ്ടും പറഞ്ഞു. ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ്. അത്രയേ ഉള്ളൂ. ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ഏതാണ്? LP, ലിക്വിഡിറ്റി പ്രിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു SM, അതായത് സപ്ലൈ ഓഫ് മണി. വെൻ ഡിമാൻഡ് ഫോർ മണി ഓർ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ദ മാർക്കറ്റ്. അത് ഞാനൊരു പടം വരച്ച് കാണിക്കാം. അതായത് OX വരച്ചു, OY വരച്ചു. ഇതാ നോക്കിക്കോളൂ. OXൽ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി കൊടുത്തു.
ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OYL കണ്ടല്ലോ. ഇനി നമ്മളൊരു ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് വരയ്ക്കുകയാണ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ആദ്യം ഞാൻ താണ്ട് ഇത്രയും വരെ വരയ്ക്കുകയാണ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡൗൺവേർഡ് സ്ലോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് മണി സപ്ലൈ, എക്കോണമിയിലെ മണി സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ മണി സപ്ലൈ SM കണ്ട, ഇക്വിലിബ്രിയം പോയിൻ്റ് E, ആ സമയത്തുള്ള ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R കണ്ടല്ലോ. അപ്പോൾ LP, ഈ കർവിൻ്റെ പേര് LP, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്. അപ്പോൾ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നു. ഇവിടെ LP ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്യുന്ന ഡിമാൻഡ് കർവാണ്. SM എന്ന് പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ, അതായത് മണി സപ്ലൈ. അപ്പോൾ മണി സപ്ലൈ SM കർവ് ഇൻ്റർസെക്റ്റ് ദ ഡിമാൻഡ് കർവ് അറ്റ് ദ പൊസിഷൻ E, വേർ the total demand for money is OM and the rate of interest is OR. അറിയാമല്ലോ, ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR ആണ്, അതുപോലെ ടോട്ടൽ മണിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് M ആണ്. ഇനി സപ്പോസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, ഈ പോയിന്റിലോട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് R1 ആണ്. ആ സമയത്ത് മണി സപ്ലൈ നോക്കിയാൽ, അല്ലെ മണി ഡിമാൻഡ്, സപ്ലൈ അല്ല ഡിമാൻഡ് നോക്കിയാട്ട് എന്താണ്? OM1 ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് ഫ്രം R to R1, സപ്ലൈ ഓഫ് മണി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ഡിക്ലൈൻസ് ഫ്രം M to M1. പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടോ? E1. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞു. ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എക്കോണമിയിൽ ഒന്നും നടക്കത്തില്ല. ഡിമാൻഡ് ഫോർ മണി ഉണ്ടെങ്കിലേ എക്കോണമി വല്ലതും നടക്കത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലൈൻസ് ടു OR. അപ്പോൾ ആദ്യം സപ്ലൈ ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞു. ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എക്കണോമിക് ആക്ടിവിറ്റി കോൺസ്റ്റൻ്റ് ആയിപ്പോവും. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പതിയെ കുറഞ്ഞ് R-ലേക്ക് എത്തും. ഓർത്തിരുന്നോണം, പതിയെ കുറഞ്ഞ് R-ലേക്ക് എത്തും. ഇനി സപ്പോസ് തിരിച്ച് നമുക്ക് പറയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലൈൻസ് R2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു R2 ആയിട്ട്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി നോക്കിയേ OM2 ആയിട്ട് കൂടി. അപ്പോൾ R-ൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2 ആയിട്ട് കുറഞ്ഞപ്പോൾ നമ്മുടെ ആകെ MA ഉള്ളു മണി, അതായത് ഇക്വിലിബ്രിയം മണി സപ്ലൈ OM ആണ്. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്തു, M2 ആയിട്ട് കൂടി. അങ്ങനെ ഡിമാൻഡ് ഫോർ മണി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾസോ ഇൻക്രീസസ്, ദാറ്റ് ഈസ് ഫ്രം R2 to R. R2-വിൽ നിന്ന് R-ലേക്ക് വരും. കണ്ടോ? അപ്പോൾ ആദ്യം ഇക്വിലിബ്രിയം SM എന്ന് പറയുന്ന മണി സപ്ലൈ ആയിരുന്നു. അത് വേണമെങ്കിൽ ഈ വര ഇങ്ങനെ നീട്ടിയും പറയാം, S1 M1 എന്ന് വേണേലും പറയാം. S1 M1 ഇപ്പോൾ വരച്ച് നമുക്ക് ഇങ്ങനെ വേണേൽ വരയ്ക്കാം, S2 M2. അപ്പോൾ SM ആണ് ഒറിജിനൽ സപ്ലൈ ഓഫ് മണി, ഡിമാൻഡ് LP ആണ്, ഇക്വിലിബ്രിയം E ആണ്, OR റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി M ആണ്. സപ്പോസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു R1, അപ്പോൾ നമുക്കറിയാം മണി ഡിമാൻഡ് M-ൽ നിന്ന് M1 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ M1 ആയിട്ട് ഡിക്ലൈൻ ചെയ്തപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി കോൺസ്റ്റൻ്റ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ ടു ബി റെഡ്യൂസ്ഡ്, R-ലേക്ക് ഇഞ്ഞ് വരും. ഇനി സപ്പോസ് സപ്ലൈ ഓഫ് മണി കൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു, R2 ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്തു, M2-ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ഫോർ മണി കൂടി. പക്ഷേ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മുടെ പണത്തിൻ്റെ സപ്ലൈ എത്രയേ ഉള്ളൂ? OM-ഏ ഉള്ളൂ. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി M2-ലേക്ക് പോയി. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞത്, അതായത് ഡിമാൻഡ് കൂടിയതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒപ്പം മേളോട്ട് കൂടാൻ ശ്രമിക്കും. അങ്ങനെ അതെവിടെ ചെല്ലും? R-ലേക്ക് ചെല്ലും. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ R1 എന്ന് പറയുന്നത് ഒരു മാക്സിമം പോയിന്റ് ആണ്, മാക്സിമം പോയിന്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ R2 എന്ന് പറയുന്ന ഒരു മിനിമം പോയിന്റ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ മാക്സിമം ഇവിടെ വരെ വരാം, കുറഞ്ഞാൽ മാക്സിമം ഇവിടെ വരെ വരാം, അത് കഴിഞ്ഞാൽ താഴത്തില്ല. ഇതിവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവിടം മുതൽ നമ്മുടെ LP കർവ്
ഇങ്ങനെ നേരെ, അതായത് ആ എൽ പി കർവ് ദാ ഇവിടം മുതൽ, ഇവിടെ എന്ന് പറയുമ്പോൾ E2 എന്ന് പറയാം, ഫ്രം E2 അവിടുന്ന് അങ്ങോട്ട് ആ എൽ പി കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലാറ്റ് ഷേപ്പാണ്, ഓർത്തിരുന്നോണം. E2 മുതൽ ഫ്രം E2 ടു ദ റൈറ്റ് വാട്സ് ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ഫ്ലാറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. ഇനി എത്ര ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി വന്നാലും ശരി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആൾവേസ് R2. ദ മിനിമം ലെവൽ R2വിൽ നിൽക്കും. അവിടുന്ന് പിന്നീട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നെവർ ബിക്കം സീറോ ഓർ നെഗറ്റീവ്. ഈ R2 എന്ന് പറയാം, അല്ലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സീറോ ആയിട്ടോ അല്ലെ നെഗറ്റീവായിട്ടോ വരത്തില്ല, മിനിമം ലെവലിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. സോ ഫ്രം ദ മിനിമം ലെവൽ ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ്, ഷേപ്പ് ഓഫ് ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഷേപ്പാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ഡിമാൻഡിൻ്റെ അകത്തിൽ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, നേരെ കിടക്കുക. അതാണ് മുമ്പേ ഞാൻ ഇവിടെ വരെയായിട്ട് മുറിച്ച് വെച്ചത്. അപ്പോൾ ഇവിടെ മുതൽ E2 മുതൽ റൈറ്റ് സൈഡിലോട്ട് ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സോ ദ ഡിമാൻഡ് ഫോർ മണി ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഈസ് കോൾഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. ആ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്, TRAP. ദാ ഇത്ര ഏരിയ E2 മുതൽ റൈറ്റ് സൈഡിലോട്ട് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഓർത്തിരുന്നോണം. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഈസ് കോൾഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഈ തിയറിക്കകത്തിൽ, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിക്കകത്തിൽ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ശരി.